അനിൽകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വീണ്ടുമുണ്ട്. ശ്രീ അനിൽകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശം താങ്കൾ, ശബ്ദരേഖയും രണ്ടാമത് വരുന്ന സംഭാഷണങ്ങളും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ CPM ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് പറയാനുള്ളത്? ഒന്നാമതായി പറയാനുള്ളത്, ഒരു വ്യക്തി, ഒരു ജനപ്രതിനിധി, ഒരു MLA ആയ ഒരാൾ തന്റെ അധികാരം ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് പാവപ്പെട്ട പെൺകുട്ടികളുടെ വലയിലാക്കുന്നു, അവരെ പ്രലോഭിപ്പിക്കുന്നു. തനിക്ക് ഒരു കുട്ടി നിങ്ങളിൽ ഉണ്ടാവണമെന്ന് അവരെ കെണിവെച്ച് വലയിലാക്കിയെടുത്തിട്ട് അവർ ഗർഭിണിയായി കഴിയുമ്പോൾ നിലപാട് മാറ്റുന്നു. നിസ്സഹായമായ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ആ കുട്ടിയെ തള്ളിവിടുന്നു. അവസാനം മരണത്തോളം എത്തുന്ന തരത്തിലുള്ള പീഡാനുഭവങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോകുന്നു. ഇതെല്ലാം ചെയ്തിട്ടും KS എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടു കൂടി അയാൾ തെരുവഴിയിലൂടെ നടക്കുന്നു. ഇതെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സാധിക്കും. ഇപ്പോ കോവളത്തെ MLA ആണെങ്കിലും പെരുമ്പാവൂർ MLA ആണെങ്കിലും അവർ MLA-മാരായിരിക്കുമ്പോഴാണ് ഇപ്രകാരം സ്ത്രീകളോട് പെരുമാറിയത്. പക്ഷെ കോൺഗ്രസ് അവരെ എല്ലാ സംരക്ഷണവും കൊടുത്തു. മാധ്യമങ്ങളാവട്ടെ, 10-20 കൊല്ലക്കാലം മുമ്പ് മുകേഷ് എന്ന് പറഞ്ഞ ഒരു സിനിമാ പ്രവർത്തകൻ ആ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ പിന്നീട് ആക്ഷേപമായപ്പോ അതുപയോഗിച്ച് തുല്യവൽക്കരിക്കാൻ നോക്കി, സമീകരിക്കാൻ നോക്കി. ഈ സമീകരണം കൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനാവില്ല എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് CPM-ന്റെ ആദ്യ പ്രതികരണം. അനിൽകുമാർ സംസ്ഥാന സമിതി അംഗമാണ് പ്രതികരിച്ചത്. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന പ്രതികരണം, അർത്ഥവിരാമമാണ് അദ്ദേഹം ഇടുന്നത്.